സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തൻ്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തടി മീശയൊക്കെ വടിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ENT ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സർജറിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീശയും തടസ്സമാകുമോ എന്നുള്ള സംശയം. ഇപ്പോഴത്തെ പുതിയ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളും ടേപ്പിംഗും ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല, അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും വിവരമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങള്? അത് ഗംഭീരമാക്കിയിരിക്കുകയാണ് ഷാഫി പറമ്പിലില്ലേ. കാരണം സർജറി കഴിഞ്ഞ് വിശ്വനായിരുന്നു, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. വലിയൊരു കൈയടി തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം വടകരയിലെ തോൽവിക്ക് ശേഷം വലിയ രീതിയിൽ വെപ്രാളം പിടിച്ച് വലിയ രീതിയിൽ ഈ കാണിക്കുന്ന ആഭാസാധനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഷാഫിക്കെതിരെ അയാളെ കായികമായി നേരിടാൻ തയ്യാറായ സഖാക്കൾക്ക് തിരിച്ചു വരവ് വലിയ ഒരു അടി കൊടുത്തുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരവ് ഗംഭീരമാക്കുന്നത് ഷാഫി പറമ്പിൽ. ഷാഫി പറഞ്ഞതുപോലെ തന്നെ അന്തകമ്പി അടിമകളുടെ സൈബർ അടിമകളുടെ ഈ പറയുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. അത് വിവരമില്ലായ്മയാണ്, അതല്ലെങ്കിൽ വിവരം തീരെ ഇല്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന അന്തകമ്പി സൈബർ സഖാക്കൾ ഇത്തരത്തിൽ ഈ അടിമകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പറയുന്ന LDF കൺവീനർ, ഈ പേരാമ്പ്രയിലെ LDF MLA, LDF കൺവീനറായിട്ടുള്ള പേരാമ്പ്രയിലെ LDF MLA ആയിട്ടുള്ള ഈ വ്യക്തി ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വന്നതുകൊണ്ട് ഇത്തരത്തിൽ സർജറി കഴിയുന്ന വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത്, സർജറി കഴിഞ്ഞ വ്യക്തി എങ്ങനെയാണ് കൂടാൻ പോകുന്നത്, സർജറി കഴിഞ്ഞ വ്യക്തി എന്റെ മീശ മനസ്സില്ല എന്നൊക്കെ ഈ പറയുന്ന പേരാമ്പ്രയിലെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ചോദ്യം ഉന്നയിച്ചത് ഈ TP രാമകൃഷ്ണൻ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. അതല്ലാതെ ഏതെങ്കിലും അടിമകളുടെ യോഗത്തിലോ AKG സെന്ററുകളിലെ ക്ലാസ്സിലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വഴി വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂളുകളോ ആയിട്ടല്ല പേരാമ്പ്രയിലെ MLA TP രാമകൃഷ്ണൻ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത്. ഇയാളൊരു മന്ദബുദ്ധിയാണോ എന്ന് നമ്മൾ ആ ചോദ്യം കേട്ടപ്പോൾ പലപ്പോഴും നമ്മൾ സംശയിച്ചതാണ്, അല്ലേ? ആ സംശയങ്ങള് വെറും സംശയങ്ങളല്ല, ഇയാൾ മന്ദബുദ്ധി തന്നെയാണ് എന്ന് ഈ പറയുന്ന സഖാവ് തെളിയിക്കുകയാ. ഇത് പറഞ്ഞു വരുമ്പോഴേ ഈ അന്തകാമി അടിമകൾക്ക് മാത്രമല്ല, ഇവരുടെ നേതാക്കന്മാരും അടിമകളെക്കാളും വലിയ പൊട്ടന്മാരാണ്, മരമണ്ടന്മാരാണെന്ന് ഇവർ തന്നെ തെളിയിക്കുകയാണ്. അതും മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിൽ പൊട്ടത്തരം വിളിച്ചു പറയാന് ഇവരുടെ തൊലിക്കട്ടിയാകട്ടോ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് എന്നൊക്കെ. ഇത് കണ്ടാമൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അടിമകളുടെ വായിൽ നിന്നും പുറത്തു വരുന്നത്. എന്താണെങ്കിലും ആദ്യം ഷാഫി മഷി ഒഴിച്ചതാണ് എന്ന് പറഞ്ഞു, പിന്നീട് അത് മാറ്റി അല്ല ഷാഫിയുടെ കൂടെയുള്ളവരാണ് ഇടിച്ചു പൊട്ടിച്ചത് എന്ന് ഒരു വിഭാഗം പറഞ്ഞു. അല്ല, ഷാഫി തന്നെ ഷോ കാണിക്കാൻ വേണ്ടി ഷാഫി സ്വന്തം നമുക്ക് ഇടിച്ചു പൊട്ടിച്ചതാണെന്ന് മാറ്റി പറഞ്ഞു. അവിടെയും തീർന്നില്ല. ഈ പറഞ്ഞ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് ഒരു മെഡിക്കൽ കോളേജിൽ ഇറങ്ങി. അതായത് നേസൽ ബോണിന് ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒരുപോലെ പൊട്ടലുണ്ട്, ഒരു ഭാഗത്ത് അത് ഡിസ്ലോക്കേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള അവരുടെ മെഡിക്കൽ കോളേജിൽ പുറത്തിറക്കിയപ്പോ ഇവര് അടുത്ത ക്യാപ്സ്യൂൾ ഇറക്കി. എന്തായാലും അടുത്ത ക്യാപ്സ്യൂൾ എന്തായിരുന്നു?
അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലല്ലേ, അത് കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രിയല്ലേ. അവിടെ എങ്ങനെയാ ഷാഫിയെ ചികിത്സിക്കുക, ഷാഫിക്ക് എങ്ങനെയാ അവിടെ ശസ്ത്രക്രിയ നടത്തുക എന്നൊക്കെയായിരുന്നു ഇവരുടെ ചോദ്യങ്ങൾ. അവിടെ തീർന്നില്ല. ഈ പറയുന്ന അടിമകളാണ് ആ ചോദ്യം ഉന്നയിച്ചത്. പക്ഷെ നേതാക്കന്മാർക്ക് ആ ഒരു കാര്യത്തിൽ ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ആശുപത്രിയല്ല, അത് ഒരാളുടെ പേരാണ്, അയാളുടെ സ്മരണാർത്ഥമുള്ള സ്ഥാപിച്ചിരിക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ടാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് അതിന് പേരിരിക്കുന്നതെന്ന് ഈ പറയുന്ന നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് അവരാരും അതിലേക്ക് പിടിച്ചില്ല. പക്ഷെ അതിന് പകരം മറ്റൊന്ന് പറഞ്ഞു, ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ മീശ വെക്കണ്ടേ, ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത്, ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി എങ്ങനെയാണ് ആളെ തൂറുന്നത് എന്നൊക്കെയായിരുന്നു. എങ്ങനെ മനസ്സിലായില്ലേ? ഈ പിണറായി രാജാവ് രാവിലെ പാത്രത്തിൽ പാത്രത്തിലാക്കാൻ കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോ ഈ അടിമകള് ഒരു നാണവും ഒരു മാനവും ഇല്ലാതെ നല്ല രുചിയുള്ള ആഹാരം എന്ന് പറഞ്ഞ് നടക്കുന്ന അടിമകള് മൂക്കിന് ശസ്ത്രക്രിയ ചെയ്താൽ എങ്ങനെയാണ് പക്ഷെ അത് ചോദിച്ച വ്യക്തി ഇവരുടെ കൺവീനർ എന്ന് പറഞ്ഞ ഇവരുടെ നേതാവ് അടിമകളെക്കാളും വലിയ പൊട്ടനാണ്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മരപ്പൊട്ടനാ. പക്ഷെ വേറൊരു കാര്യം കിട്ടോ, ഈ പറയുന്ന നേതാവിന് ബുദ്ധി ഉള്ളൂ, പക്ഷെ കുബുദ്ധി നന്നായിട്ടുണ്ട്, കുരുട്ടുബുദ്ധി നന്നായിട്ടുണ്ട്. ആ കുരുട്ടുബുദ്ധിയുടെ ഫലമാണ് ഷാഫി പറമ്പിലെ മൂക്കടിച്ച് പൊട്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. എന്നിട്ട് ഇവരുടെ ഓശാനം പാടുന്ന ചില കാക്കിയിട്ട ചില ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകള് ഈ പറയുന്ന LDFന്റെ കൺവീനർ, ഈ പറയുന്ന പേരാമ്പ്രയിലെ MLA രണ്ടും ഒരാൾ തന്നെയാ. ഈ വ്യക്തിക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുമ്പോ ഷാഫിക്ക് നഷ്ടമായത് അയാളുടെ മൂക്കാണ്. മനസ്സിലായില്ലേ? ആ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ന്യായീകരിക്കുക എല്ലാവരും കഴിയില്ല. കാരണം ഷാഫിയുടെ ഒരു മെഗാ ഷോ അത് വടകരയിൽ കണ്ടതാണ്. വടകര എന്ന് പറയുമ്പോ അവിടെ കൂത്തുപറമ്പുണ്ട്, തലശ്ശേരിയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, വടകരയുണ്ട്, പേരാമ്പ്രയുണ്ട്, കൊയിലാണ്ടിയുണ്ട്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഷാഫി നടത്തിയ വലിയ ഒരു മെഗാ ഷോ, ആ മെഗാ ഷോ തന്നെ ഇവര് കണ്ടതാണ്. ഈ പറയുന്ന LDF കൺവീനറുടെ പേരാമ്പ്ര MLA മണ്ഡലത്തിൽ, അതായത് പേരാമ്പ്രയിൽ മാത്രം ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം 19,342 അത്രയും ഭൂരിപക്ഷം ഈ പേരാമ്പ്രയിൽ നിന്ന് തന്നെ ഷാഫി പറമ്പിൽ നേടിയപ്പോ ആ മെഗാ ഷോ കണ്ട് ആകെ അമ്പരന്ന് പോയവരാണ്. എന്നിട്ടും ഷാഫി വിജയിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും അല്ല. ടീച്ചർ KK ശൈലജ ടീച്ചർ പേരാമ്പ്രയിൽ പരാജയപ്പെട്ടിട്ടില്ല, വടകരയിൽ പരാജയപ്പെട്ടിട്ടില്ല. വടകരയുടെ സിറ്റിംഗ് MP ഈ പറയുന്ന KK ശൈലജ ടീച്ചറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അന്തംഗമികള് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതാണല്ലോ EP ജയരാജനും പറഞ്ഞത്. മൂക്കിന്റെ പാലം പൊട്ടിയതിൽ തീർന്നു, അത് അവിടെ കൊണ്ട് നിന്നത് നന്നായി, ഇനിയും കളിച്ചാൽ ഇതിലും വലുത് തല തന്നെ ചിലപ്പോ പോയേക്കാമെന്നുള്ള ഒരു ഭീഷണി സ്വരം കൂടി EP ജയരാജൻ നടത്തി. അവിടെ ഗോവിന്ദ സഖാവും പറയാതിരുന്നില്ല. ഗോവിന്ദ സഖാവ് എന്താ പറഞ്ഞത്? ഗോവിന്ദ സഖാവ് പറഞ്ഞു, പ്രതിഷേധങ്ങൾക്ക് വരുമ്പോ ഇങ്ങനെ അടിയൊക്കെ കിട്ടും, അടി കിട്ടിയാൽ അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട, അടിയൊക്കെ പ്രതിഷേധങ്ങൾക്ക് വരുമ്പോ കിട്ടുന്ന സംഭവം തന്നെയാണ് എന്നാണ് ഈ ഷാഫി പറമ്പിലെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ന്യായീകരണം ഗോവിന്ദ സഖാവ് ആക്കിയത്. ഗോവിന്ദ സഖാവ് കേട്ടോ. പിന്നെ മറ്റൊരു വിദ്വാനുണ്ടല്ലോ, ആ വിദ്വാൻ ശിവകുട്ടിയും ഇത്തരത്തിൽ പരിഹാസവുമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇവരുടെ പരിഹാസങ്ങളെയും ഇവരുടെ കായികമായ ആക്രമണത്തെയും നേരിട്ട് തന്റെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന റെസ്റ്റും കഴിഞ്ഞ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ തിരിച്ചു വരവ് ഈ പറയുന്ന സഖാക്കളുടെ കരണത്തടിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരവ് വളരെ ഗംഭീരമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഷാഫി പറമ്പില് ഇന്ന് ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തില് വളരെ പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയമുണ്ട്. ആ വിഷയം നമ്മൾ ഇവിടെ വിസ്മരിക്കാൻ കഴിയില്ല. കാരണം ഷാഫി വാർത്താ സമ്മേളനം പറഞ്ഞ് തുടങ്ങിയപ്പോഴേ തന്നെ ആദ്യം തന്നെ ഓർമ്മിച്ച കാര്യമുണ്ട്, ഇത് എന്റെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമല്ല.
കാരണം എനിക്ക് ഇത്തരത്തിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട് MLA ആയിരിക്കുമ്പോൾ പിണറായിയുടെ പോലീസ് തിരുവനന്തപുരത്ത് വെച്ച് എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആ ഒരു അടി കിട്ടിയതോ അല്ലെങ്കിൽ പോലീസിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ ഈ മർദ്ദനത്തെ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് അങ്ങനെ ഒരു മർദ്ദനമില്ല, അങ്ങനെ ഒരു അക്രമം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുന്ന ആ നടപടിക്കെതിരെയാണ്. അതോടൊപ്പം ഇവർ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും ഈ പേരാമ്പ്ര സംഭവത്തെ ഇത്ര സജീവമാക്കി നിലനിർത്തുന്നതും ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുകെട്ടതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അതിന് ഇവര് ഷാഫി പറമ്പിലെ ഈ വിഷയം മാത്രമല്ല സജീവമാക്കിയിട്ടുള്ളത്. മിസ്റ്റർ ഷാഫി നിങ്ങളെ മർദ്ദിച്ച സാഹചര്യത്തിൽ അതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്ന മർദ്ദനം അത് ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ തിരിച്ചടിയാവുമെന്ന് കണ്ടപ്പോഴേ അത് തൊട്ടു പിന്നാലെയാണ് പള്ളി സ്കൂളിലെ ഹിജാബ് വിഷയം വളരെ വലിയ ചർച്ചയായി ഉയർന്നു വരുന്നത്. ആ സമ്മേളനത്തിൽ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ വലിയ നിലപാടുകളുമായി ഉയർന്നു വരുന്നത് കണ്ടു. പക്ഷേ ഈ പറയുന്ന ശിവൻകുട്ടിക്ക് നിലപാടുകൾ എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആ കുട്ടിയുടെ അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട്, അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിനിക്ക് ആ സ്കൂളിൽ തന്നെ തന്റെ പഠനം പൂർത്തീകരിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കാൻ ഈ കഴിവുകെട്ട നട്ടലില്ലാത്ത മന്ത്രിക്ക് സാധിച്ചില്ല എന്നൊരു ദുഃഖം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ശിവൻകുട്ടിയൊക്കെ മുന്നിട്ടിറങ്ങിയത് തന്നെ ഈ പറയുന്ന ശബരിമലയിലെ അയ്യപ്പന്റെ കൊള്ള, സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിതിരിച്ചു വിടാനാണ് ഈ ഹിജാബ് വിഷയത്തിന് വലിയ ഇടപെടലുകൾ നടത്തിയത്. അത് എന്തുകൊണ്ടാണ് നടത്തിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇവരുടെ ഇപ്പോഴത്തെ ആചാര്യനായിട്ടുള്ള പിരിയാടിയിലെ സരീൻ പിരിയാടിയിലെ സരീൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സരീൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ സരീൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പറയുന്ന UDF നേതാക്കളോ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആരെങ്കിലും ഒക്കെ ഈ ഹിജാബ് വിഷയവുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? നിങ്ങൾ ഹിജാബ് വിഷയം അത് ആ കുട്ടിയും അവിടെയുള്ള സ്കൂളും തീർക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം കോടതി ഇടപെടുന്നതുകൊണ്ടും കോൺഗ്രസിന് വലിയതൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല. പക്ഷെ മതിയായിട്ടും ഈ പറഞ്ഞ ശിവൻകുട്ടിക്ക് ആ കുട്ടിയുടെ അവകാശം വകവെച്ചു കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് ആ സ്കൂളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കാൻ ഈ കഴിവുകെട്ട ശിവൻകുട്ടിക്ക് കഴിയില്ല എന്നുള്ളത് വളരെ പരമാർത്ഥമാണ്. അതോടൊപ്പം തന്നെ ആ ഹിജാബ് വിശേഷക്കാരൊക്കെ ഏറെ കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അയ്യപ്പന്റെ സ്വർണ്ണമുള്ള തന്നെയാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ കുറിച്ച്, അയാളെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുമ്പോൾ അയ്യപ്പന്റെ സ്വർണ്ണമുള്ള അവിസ്മരിച്ചുകൊണ്ട്, കാരണം ഷാഫി പറമ്പിലിനെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണ്ണമുള്ളതിനെ മറച്ചു വെക്കാനുള്ള ആ ചർച്ചകളെ വഴിതിരിച്ചു വിടാനുള്ള ഇവരുടെ സഖാക്കളുടെ അടിമകളുടെ ഒരു മാർഗമായിരുന്നു. അതല്ലെങ്കിൽ അവരുടെ വൃത്തിക്കുള്ള കൃത്യമായ പണികളായിരുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല.